മക്കളെ 6ാം ക്ലാസ് അറക്കല് പരീക്ഷാ താരീഖിന് 99% ഫുൾ മാർക്കും വാങ്ങിത്തരുന്നൊരു വീഡിയോ ആണിത്. കാരണം കഴിഞ്ഞ 3 വർഷത്തെ ചോദ്യവും ഉത്തരങ്ങളും അതിൽ 3 വർഷം ആവർത്തിച്ചു വന്ന ചോദ്യങ്ങൾ, 2 വർഷം ആവർത്തിച്ചു വന്ന ചോദ്യങ്ങളാണ് നമുക്ക് പ്രത്യേകമായിട്ട് ഇവിടെ പഠിപ്പിച്ചത്. ആ ചോദ്യങ്ങൾ ഇപ്രാവശ്യം വരുന്നുള്ളത് 99% ഉറപ്പാണ്. അതോടൊപ്പം തന്നെ 3 വർഷത്തെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ കാണിച്ചു തരും. അതും 60% സാധ്യത ഉള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ വിശദീകരിക്കുന്ന ചോദ്യങ്ങൾ എന്തായാലും പഠിക്കുക. അതോടൊപ്പം നിങ്ങളെ സൗകര്യം പോലെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ചോദ്യോത്തരം കാണിച്ചു തരും. അത് നിങ്ങളെ താല്പര്യം പോലെ നിങ്ങൾ പഠിക്കുകയും ചെയ്യാം. നിങ്ങൾ ഏതെങ്കിലും ഒരു മോഡൽ പേപ്പർ നോക്കിയോണ്ടോ ഏതെങ്കിലും ഒരു വർഷത്തെ പേപ്പർ നോക്കിയോണ്ടോ നമുക്ക് ഫുൾ മാർക്ക് ഗ്യാരണ്ടി തരാൻ കഴിയില്ല. വെറും ബാക്കി നമ്മൾ പറയുന്നത്. പക്ഷെ നിങ്ങളിത് കൃത്യമായിട്ട് ഫുള്ള് കേട്ടെന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്ക് ഗ്യാരണ്ടിയാണ്. നമുക്ക് നോക്കാം. ആദ്യം യോജിപ്പിക്കാനാണ്. അതിൽ 1-ൽ 5-മത്തത് ബിഅ്റു റുമാത്ത്, അതെന്താണ്? മദീനയിലെ ഒരു കിണറാണ്. ഇനി 1-ൽ 6 മുഹറം 1-ന് വഫാത്തായ ആര്? ഉമർ റളിയല്ലാഹു അൻഹു. ആ ഡേറ്റ് പ്രത്യേകം ഓർത്തു വെക്കട്ടോ. 2-ൽ 1 ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഇസ്ലാമിൻ്റെ കീഴിൽ വന്ന രാജ്യങ്ങൾ സിജിസ്ഥാൻ, ജോർദാൻ, ദമസ്ക്, ഹൽവാൻ. അതൊരു 2 പ്രത്യേകം ഓർത്തു വെക്കണം. ആവർത്തിച്ചു വരുന്ന ചോദ്യം. അതുപോലെ ഉസ്മാൻ റളിയല്ലാഹു 2-ൽ 2 ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഇസ്ലാമിൻ്റെ കീഴിൽ വന്ന രാജ്യങ്ങൾ റയ്യ്, നൈസാബൂർ, തൂസ്, സർഹസ്. 3-ൽ 3 ഖുറൈശിലെ ബനു ഉമയ്യയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം. ആ ഉമയ്യ എന്നുള്ളത്, ബനു ഉമയ്യ എന്നുള്ളത് പ്രത്യേകം ഓർത്തു വെക്കണേ. 3-ൽ 4 ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് 9 ആൺമക്കളും 5 പെൺമക്കളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. 4-ൽ 1 തബൂക്ക് യുദ്ധത്തിന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു സംഭാവന ചെയ്തത്. തബൂക്ക് യുദ്ധത്തിന് 600 ഒട്ടകവും അവയ്ക്ക് വേണ്ട സാമഗ്രികളും 1000 ദീനാറും ഉസ്മാൻ റളിയല്ലാഹു അൻഹു നൽകുകയുണ്ട്. 1000 ദീനാർ പ്രത്യേകം ഓർത്തു വെക്കണം എല്ലാം. അടുത്ത 5-ൽ 1 അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റ് ആദ്യം ചെയ്തത് എന്താണ്? ഉസാമത്ത് ബിനു സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ ഷാമിലേക്ക് അയക്കുകയായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു ആദ്യ ഖലീഫയായിട്ട് ചെയ്തു കേട്ടോ. 6-ൽ 1 ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ. ഹിജറ കലണ്ടർ ആവിഷ്കരിച്ചു. ബൈത്തുൽ മാൽ സ്ഥാപിച്ചു. ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ പല സംസ്ഥാനങ്ങളെ വിഭജിച്ചു. സംസ്ഥാനത്തിൻ്റെ പല ഗവർണർമാരെയും നിയമിച്ചു. ഒരു 2 പ്രത്യേകം ഓർത്തു വെക്കുക. 2 അവിടെ എഴുതാറുള്ളൂ കേട്ടോ. ആവർത്തിച്ച് വരുന്ന ചോദ്യമാണ്. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ കരുതും ഇതിലിപ്പോൾ എല്ലാ ചോദ്യം പറയണ്ടല്ലോ, അത് ബേജാറാണ്ട. മിക്കവാറും 2-ാമത്തെയും 3-ാമത്തെയും പേപ്പറിൽ അതിന് മാത്രം ചോദ്യങ്ങൾ പറഞ്ഞോളുന്നില്ല. കാരണം ഇവിടെ പറഞ്ഞത് അവിടെ പിന്നെ പറയില്ല കേട്ടോ. അപ്പോൾ ഇവിടെ അത് ആവർത്തിച്ചു എന്നൊന്ന് മനസ്സിലാക്കി സ്കിപ്പ് ചെയ്ത് പോവുകയും ചെയ്യാം കേട്ടോ. 6-ൽ 2 അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വസിയ്യത്തുകൾ. ഭാര്യ അസ്മാവ്, മകൻ അബ്ദുറഹ്മാൻ എന്നിവർ ചേർന്ന് എൻ്റെ മയ്യത്ത് കുളിപ്പിക്കണം. എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് മറവ് ചെയ്യണം. ഈ 2 വസിയ്യത്ത് കേട്ടോ. ഇനി നമ്മൾ 2-ാമത്തെ പേപ്പറിലേക്ക് നോക്കുകയാണ്. 1-ൽ 1 യോജിച്ച് ചേർക്കാൻ ഇൽമുൻ നഹ്വിന് തുടക്കം കുറിച്ചത് ആര്? അലി റളിയല്ലാഹു അൻഹു. അത് മറ്റേ പേപ്പറിൽ വന്നതാണ്. ഇവിടെ നമ്മൾ തന്നെ കേട്ടോ. ഈ 3 വർഷം അല്ലെങ്കിൽ 2 വർഷം ആവർത്തിച്ച് വന്നാണ് പ്രത്യേകം പറയണത്. അതോടൊപ്പം എല്ലാ ചോദ്യങ്ങളും കാണിച്ചു തരും. അത് നിങ്ങൾ പോസ് ചെയ്തിട്ടോ സ്പീഡ് കുറച്ചിട്ടൊക്കെ നിങ്ങൾ സൗകര്യം പോലെ നിങ്ങളെ താല്പര്യം പോലെ പഠിക്കുക. പക്ഷെ നമ്മൾ പ്രത്യേകം പറയണത് അത് പ്രത്യേകം പഠിക്കട്ടോ. അത് സ്കിപ്പ് ചെയ്ത് പോകണ്ട. അത് നോക്കിയാൽ മാർക്ക് ഗ്യാരണ്ടിയാണ്. ആ കുത്തിയ ആൾ ഹിമാർ, അയാൾ എവിടെയുള്ള ആളാണ്? ഈജിപ്തുകാരനാണ് കേട്ടോ. 1-ൽ 3 ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുത്തിയുണ്ടല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു തോന്നുന്നുണ്ടല്ലേ. അയാളുടെ പേര് അല്ലെങ്കിൽ അയാളുടെ സ്ഥലം ഉറപ്പിക്കാൻ പറ്റിയ ചോദ്യം. 1-ൽ 6 ഹിജറ 21-ൽ നടന്ന യുദ്ധം നഹാവന്ത് യുദ്ധം കേട്ടോ. 2-ൽ 5 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് വഹി എഴുതി വെച്ചിരുന്നത് ആരാണ്? സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഇനി ഇവിടെയുള്ളതൊക്കെ നമ്മളിങ്ങനെ സ്കിപ്പ് ചെയ്യണമെങ്കിൽ കാണുന്നുണ്ടാവും. അതൊക്കെ 60% സാധ്യത ഉള്ളതാണ്. അത് നിങ്ങളെ താല്പര്യം പോലെ നിങ്ങൾക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം പലരും അത് നോക്കില്ല. നമ്മൾ വായിച്ചവർ നോക്കുമ്പോൾ പലരും അത് നോക്കണില്ല. അപ്പോൾ അതിൻ്റെ പിറകിൽ വരുന്ന 3 വർഷം 2 വർഷമൊക്കെ ആവർത്തിച്ച ചോദ്യങ്ങളും നിങ്ങൾക്ക് മിസ്സാവും. അതിലാക്കാനാണ് നമ്മളത് ജസ്റ്റ് കാണിച്ചു തന്നെ പോകണം കേട്ടോ. നമുക്ക് അടുത്ത പേപ്പർ നോക്കാം. 3-ാമത്തെ പേപ്പർ എല്ലാം പാടെ വിശദീകരിച്ചാൽ 10-25-30 മിനിറ്റ് വരെ പോകും നമ്മുടെ വീഡിയോ.
മൂന്നാമത്തെ പേപ്പറിലേക്ക് നമ്മൾ കടന്നു. എല്ലാം നമ്മൾ പറയണില്ല, പ്രധാനപ്പെട്ടത് നോക്കുകയാണ്. നമുക്ക് എല്ലാ ചോദ്യങ്ങളും ഇവിടെ കാണാനുള്ള അവസരമുണ്ട്. അത് നിങ്ങളെ താല്പര്യം കൂടെ പോകണം പഠിക്കാൻ. ഒരുവിധം കാര്യങ്ങളൊക്കെ 1-2 പേപ്പറിൽ പറഞ്ഞതുകൊണ്ട് ഈ പ്രധാനപ്പെട്ട നമ്മളിവിടെ പലതും പറയേണ്ടി വരില്ല. അവിടെ വന്നത് തന്നെയൊക്കെ ഇവിടെ വരിക. പിന്നെ ഈ കോമൺ ചോദ്യങ്ങൾ ഒക്കെ നോക്കി മനസ്സിലാക്കാന്നുള്ളൂ. ഒക്കെ പാടെ വിശദീകരിച്ച 10-30 മിനിറ്റ് വരെ പോകും. 2-4 ഉലുൽ അസ്മുകളുടെ പ്രധാന ഗുണം എന്താണ്? അവരുടെ ക്ഷമയും സഹനവുമാണ്. മറ്റേ പേപ്പറിൽ വന്നിട്ടുണ്ട്, നമ്മൾ അവിടെ വിശദീകരിച്ചില്ല. മറ്റടുത്ത് വന്ന ചോദ്യങ്ങൾ തന്നെയാണ്, പ്രത്യേകിച്ചൊന്നും ഇവിടെ വിശദീകരിക്കില്ല കേട്ടോ. ഡിലേ ആവണ്ടെന്ന് വെച്ചിട്ടാണ്. 4-1 ഉമർ അള്ളാഹു വഫാത്തായ മാസം തീയതി മുഹറം 1 കേട്ടോ. മുഹറം 1 ഉമർ അള്ളാഹു വഫാത്തായത്. ഇപ്പോൾ നമ്മൾ 3 പേപ്പർ നോക്കി. നമ്മൾ പറഞ്ഞല്ലോ, ഒന്നാമത്തെ പേപ്പറിലും കാര്യമായിട്ട് നമുക്ക് പറയേണ്ടി വരിക. രണ്ടാമത്തെ പേപ്പറിലും മൂന്നാമത്തെ പേപ്പറിലും ഒരുവിധമൊക്കെ അതേ ചോദ്യങ്ങൾ തന്നെയാക്കും, പിന്നെ കോമൺ ചോദ്യങ്ങൾ. അപ്പോൾ പ്രത്യേകം പറഞ്ഞത് പ്രത്യേകം പഠിക്കുക, സ്കിപ്പ് ചെയ്തത് താല്പര്യമുള്ളവർക്ക് അതും പഠിക്കുക. എന്നാൽ 99% നമുക്ക് ഫുൾ മാർക്ക് ഗ്യാരണ്ടി തരാൻ കഴിയും. ഇനി അടുത്ത ഏത് പേപ്പർ വേണ്ടതെന്നുള്ള നിങ്ങൾ കമൻറ്റ് ചെയ്തുകൊണ്ട്, നമ്മളിപ്പോഴത്തെ ഈ രീതിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങളതും കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നമ്മളിപ്പോൾ 2-3 വിഷയമായിട്ട് സബ്ജക്റ്റ് ആയിട്ടുള്ളൂ ഈ രൂപത്തിലേക്ക് മാറ്റിയിട്ട്, ബാക്കി ഫുള്ള് വിശദീകരിക്കലായിരുന്നു. അതിന് 10-30 മിനിറ്റ് വരുന്നുണ്ട്. പല കുട്ടികൾക്കും അത് ബുദ്ധിമുട്ടാവും. ഓക്കെ, വേറെ എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ അറിയിച്ചോളൂ കേട്ടോ.